നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജൂലൈ 29 ചൊവ്വ 2025. വാർത്തകളിലേക്ക്. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കുമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത യമൻ പണ്ഡിതൻ അറിയിച്ചതായി കാന്തപുരത്തിന്റെ ഓഫീസ്. ദയാധനത്തിന്റെ കാര്യത്തിൽ അന്തിമധാരണ ആയിട്ടില്ലെന്നും എന്നാൽ മാപ്പ് നൽകാമെന്ന ചർച്ചയിൽ ധാരണയായെന്നും അന്തിമധാരണ ഏതാനും മണിക്കൂറുകൾക്കകം ഉണ്ടാകുമെന്നാണ് പണ്ഡിതൻ അറിയിച്ചതെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കി. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത നിഷേധിച്ച് തലാലിന്റെ സഹോദരൻ രംഗത്തെത്തി. ആരുമായി ചർച്ച നടത്തിയെന്ന് കാന്തപുരം വ്യക്തമാക്കണമെന്നും വാർത്ത തെറ്റാണെന്നും നിമിഷപ്രിയയുടെ അഭിഭാഷകനെന്ന് അവകാശം ഉന്നയിച്ച സാമുൽ ജെറോമും പറഞ്ഞു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഈ വാർത്ത ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ച ചണ്ഡീഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ് സായ് പെൺകുട്ടികളെ പ്രലോഭിച്ച് മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടത്തുന്നുവെന്നും ഇത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗുരുതര വിഷയമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും നിയമപ്രകാരം നടപടികൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയത്തിന് രാഷ്ട്രീയ നിറം നൽകരുതെന്നും വിഷ്ണു ദേവ്സായി കൂട്ടിച്ചേർത്തു. മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ചണ്ഡീഗഡ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കെ.സി. വേണുഗോപാൽ എം.പി. പ്രസ്താവന നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. എഫ്ഐആറിൽ അന്വേഷണം നടക്കാനിരിക്കെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ബജ്രംഗളത്തിന്റെ ആരോപണങ്ങൾ ശരിയാണെന്ന് പറഞ്ഞാൽ എന്ത് നീതിയാണ് ലഭിക്കുകയെന്ന് ചോദിച്ച കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെ പറയുമ്പോൾ വലിയ ഗൂഢാലോചനയാണ് ഇതിൽ നടന്നതെന്ന് വ്യക്തമാകുന്നുവെന്നും പറഞ്ഞു. ചണ്ഡീഗഡിലെ ദുർഗിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ചുമത്തിയത് ഗുരുതര കുറ്റങ്ങളെന്ന് CBCI നേതൃത്വം. ആദ്യം മനുഷ്യക്കടത്തിന് മാത്രമാണ് കുറ്റം ചുമത്തിയിരുന്നത്. എന്നാൽ പിന്നീട് നിർബന്ധ മതപരിവർത്തനം കൂടി ചുമത്തുകയായിരുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ, CBCI സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ, വക്താവ് റോബിൻസൺ റോഗിഡ്സ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചണ്ഡീഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സഭയ്ക്ക് വേദനയും പ്രതിഷേധമുണ്ടെന്ന് KCBC അധ്യക്ഷൻ കർദിനാൾ ക്ലിമിസ് പറഞ്ഞു. ഇത് സ്വതന്ത്ര ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്, ചോദ്യം ചെയ്യപ്പെടുന്നത് മതസ്വാതന്ത്ര്യമാണെന്നും രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന നടപടിയാണെന്നും ക്ലിമിസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചണ്ഡീഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാമ്പാനി മതേതര സ്വഭാവത്തിനും പൗരസ്വാതന്ത്ര്യത്തിനും എതിരായ വെല്ലുവിളിയാണെന്നും രാഷ്ട്രീയ വിശദാംശങ്ങളിലേക്ക് ഇല്ലെന്നും രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ലെന്നും വരുത്തിത്തീർക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുവെന്നും ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്ന ആരോപണം വസ്തുപരമായി ശരിയല്ലെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. മനുഷ്യക്കടത്ത് ആരോപിച്ച് ചണ്ഡീഗഡിലെ ദുർഗിൽ അറസ്റ്റിലായ സിസ്റ്റർ വന്ദനയ്ക്ക് മുൻപും ഇവിടെ വെച്ചും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് സഹോദരന്മാർ പറഞ്ഞു. മുമ്പ് ചണ്ഡീഗഡിലെ ഒരു പള്ളി പൊളിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വന്ദനയടക്കമുള്ളവരെ ആശുപത്രിയിൽ പൂട്ടിയിട്ട സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് സഹോദരൻ ജിൻസ് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത ശേഷം വന്ദനയോട് ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അറസ്റ്റിൽ പേടിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചണ്ഡീഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ നിർബന്ധ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്തെന്ന് അപലപിച്ച് വയനാട് എംപിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത നടപടിയെ ശക്തമായി അപലപിക്കുന്നുവെന്നും അവർ പറഞ്ഞു. ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് നേരെ നടന്ന ഗുരുതരമായ ആക്രമണമാണെന്നും ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ജാതിമത രാഷ്ട്രീയത്തിനും ആൾക്കൂട്ട നീതിക്കും ജനാധിപത്യത്തിൽ സ്ഥാനമില്ലെന്നും പ്രിയങ്ക ഗാന്ധി നിശിതമായി വിമർശിച്ചു. ADGP MR അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ചു. ശബരിമല വിവാദത്തെ തുടർന്ന് അജിത് കുമാറിനെ പോലീസിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചത് നിലവിലെ എക്സൈസ് കമ്മീഷണർ മഹിമാൽ യാദവ് അവധിയിൽ പ്രവേശിച്ചിരുന്നു. ബെറ്റാലിൽ നിന്ന് മാറ്റിയ കാര്യം സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. കുട്ടനാട് താലൂക്ക് തലവടി മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ വെള്ളപ്പൊക്കം. ഇതിനാൽ ഈ 2 ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്കൂളുകൾക്കും അംഗനവാടികൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു ആലപ്പുഴ കളക്ടർ. സംസ്ഥാനത്ത് ഗർഭാശയ ക്യാൻസർ പ്രതിരോധത്തിനായി +1, +2 വിദ്യാർത്ഥികൾക്ക് HPV വാക്സിനേഷൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഒരാഴ്ചയ്ക്കകം ടെക്നിക്കൽ കമ്മിറ്റി യോഗം ചേർന്ന് വാക്സിൻ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും. വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ് ഗർഭാശയ ക്യാൻസർ. ഇത് മുന്നിൽ കണ്ടാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം സംസ്ഥാന സുപ്രധാന തീരുമാനം എടുത്തതെന്നും മന്ത്രി വ്യക്തമാക്കി. വടക്കാഞ്ചേരി അകമലയിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതായി സംശയം. അകമല കുഴിയോട് വെള്ളാങ്കുണ്ടിൽ വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിലാണ് തിങ്കളാഴ്ച രാവിലെ കടുവയോടെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ലഹരിക്കടിമയ മകൻ അമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചു. കോഴിക്കോട് പുതുപ്പാടിയിലാണ് സംഭവം. 24-കാരനായ റമീസാണ് അമ്മ സഫിയെ കുത്തിയത്. സഫിയുടെ കൈക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. റമീസിനെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ഇയാൾ 2 തവണ അഡിക്ഷൻ സെന്ററിൽ ചികിത്സ തേടിയിട്ടുണ്ട്. കൂടത്തായ കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് സർജൻ കോടതിയിൽ മൊഴി നൽകി. റോയി മരിച്ചത് സയനൈഡ് ഉള്ളിൽ ചെന്നാണെന്ന് ഫോറൻസിക് സർജൻ കോടതിയിൽ മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മുൻ ഫോറൻസിക് സർജൻ ഡോക്ടർ KR പ്രസന്നാണ് മൊഴി നൽകിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും രാസപരിശോധന റിപ്പോർട്ടിലും മരണകാരണം സയനൈഡ് ഉള്ളിൽ ചെന്നാണെന്നും ഡോക്ടർ പ്രസന്നൻ മൊഴി നൽകി. പ്രതി ജോളി ജോസഫ് കടലക്കരയിൽ സയനൈഡ് ചേർത്ത് നൽകി റോയ് തോമസിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്.
വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFും CPMും തോൽക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായപ്പോൾ ജനാധിപത്യ വിരുദ്ധമായ തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കാനാണ് ഇടതുപക്ഷം ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. കോട്ടയം ചങ്ങനാശ്ശേരി പെരുന്നയിൽ KSRTC ബസ് ഓട്ടോറിക്ഷയെ ഇടിച്ച് തെറിപ്പിച്ച സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറിന് പരിക്കേറ്റു. പെരുന്ന ബസ് സ്റ്റാൻഡിന് സമീപം അപകടം ഉണ്ടായത്. പ്രായപൂർത്തിയായ കുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത കേസിൽ ഇന്ത്യൻ വംശജ യുവാവിനെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ജയ്ദീപ് പട്ടേൽ ആണ് പിടിയിലായത്. ഫീനിക്സിലെ ചിൽഡ്രൻസ് ആശുപത്രിയിൽ മുൻപ് ബിഹേവിയറൽ ഹെൽത്ത് ടെക്നീഷ്യനായിരുന്നു ഇയാൾ. പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് 1200 അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും കണ്ടെത്തിയെന്നാണ് വിവരങ്ങൾ. ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്ത് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി വീട്ടമ്മയുടെ ശരീരാവശിഷ്ടങ്ങളാണെന്ന് സംശയം. ആൾ താമസിച്ച വീടിന്റെ സമീപത്തു നിന്നാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ചെങ്ങന്നൂരിൽ വിവാഹം കഴിഞ്ഞ് 4ാം ദിവസം സ്വർണവും പണവും കൈക്കലാക്കി മുങ്ങിയ യുവതി അറസ്റ്റിൽ. പാലക്കാട് ഒറ്റപ്പാലം പനമണ്ണ അങ്ങനാടി അമ്പലവട്ടം ഭാഗത്തെ അമ്പലപ്പള്ളിയിൽ ശാലിനിയെ ചെങ്ങന്നൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷ ദിനംപ്രതി പരിശോധിക്കുന്ന മേൽനോട്ട സമിതിയുടെ സ്ഥിരം ഓഫീസ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ അപേക്ഷ. ഇത് സംബന്ധിച്ച നിർദ്ദേശം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് നൽകണമെന്നാണ് ആവശ്യം. CPM സൈബർ ഇടങ്ങളിൽ തനിക്കുനേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ ഒരു ആശങ്കയും ഇല്ലെന്ന് കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. എല്ലാ മാസവും ഇത്തരത്തിൽ ഓരോന്ന് പടച്ചുവിടുമെന്നും കുത്തഴിഞ്ഞ ആഭ്യന്തര വകുപ്പുള്ള നാട്ടിൽ ആർക്കെതിരെയും എന്തും പറയാമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ വോട്ടർ പട്ടികയിൽ മഹാരാഷ്ട്ര മോഡൽ അട്ടിമറി നടത്തി CPMനെ രാഷ്ട്രീയമായി സഹായിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ആരോപിച്ചു. കൽപ്പറ്റ പടിഞ്ഞാറക്കടത്ത് പുതുശ്ശേരിക്കടവിൽ തോണി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യയുടെ ഫോറൻസിക് ഫലം ലഭിച്ചു. മരണത്തിൽ മറ്റ് അസ്വാഭാവികതകൾ ഇല്ലെന്നാണ് സൂചനകൾ. അതേസമയം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഇന്ന് പൂർത്തിയാക്കും. അതുല്യയുടെ രേഖകൾ ഭർത്താവ് ഇന്ത്യൻ കോൺസുലിനെ ഏൽപ്പിച്ചു. 19-ആം തീയതി പുലർച്ചെയാണ് തൂങ്ങിമരിച്ച നിലയിൽ അതുല്യയെ കണ്ടെത്തിയത്. ആലപ്പുഴയിലെ കല എന്ന സ്ത്രീയുടെ കൊലപാതകത്തിന് അന്വേഷണം വഴിമുട്ടിയ നിലയിൽ ഭർത്താവിനെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട്. കൊലപാതകം സംബന്ധിച്ച അന്വേഷണത്തിൽ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. 15 വർഷം മുമ്പ് കാണാതായ കല കൊല്ലപ്പെട്ടതാണെന്ന് തെളിഞ്ഞത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ്. ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥയിൽ ഒട്ടേറെ കൊലപാതകം നടന്നിട്ടുണ്ടെന്നും മൃതശരീരങ്ങൾ പലയിടത്തായും കുഴിച്ചുമൂടിയിട്ടുണ്ടെന്നും വെളിപ്പെടുത്തിയ സാക്ഷി മൃതദേഹങ്ങൾ കുഴിച്ചിട്ട 15 സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ പ്രതിരോധ സേനാ വിഭാഗങ്ങളുടെ മുഖമായി പ്രവർത്തിച്ച കേണൽ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച BJP മന്ത്രിക്കെതിരെ വീണ്ടും സുപ്രീംകോടതി. ഭീകരരുടെ സൗകര്യം അധിക്ഷേപകരമായ പരാമർശത്തിൽ BJP മന്ത്രി കുൻവർ വിജയ് ഷാ നടത്തിയ ക്ഷമാപണത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയം ഉയർത്തിയ കോടതി അതിരൂക്ഷമായ വിമർശനമാണ് ഇന്നലെ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന വിദ്യാർത്ഥി ആത്മഹത്യകളിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതി. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ ആഭ്യന്തരമന്ത്രി P ചിദംബരം ഉയർത്തിയ ചോദ്യങ്ങൾ മറുപടിയുമായി BJP. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.